ബ്രസീലും ടുണീഷ്യയും തമ്മിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ആദ്യ പകുതിയിലായിരുന്നു രണ്ട് ടീമും ഓരോ ഗോൾ നേടിയത്. 23-ാം മിനിറ്റിലെ മസ്റ്റോറി ടുണീഷ്യയ്ക്ക് വേണ്ടി ആദ്യ ഗോളടിച്ച് ലീഡെടുത്തു 1-0. 44-ാം മിനിറ്റിലെ ബ്രസീലിൻ്റെ കൗമാരക്കാരൻ സെൻസേഷണൽ പ്ലെയർ ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന ചെൽസി ഫുട്ബോൾ കമ്പനിക്ക് വേണ്ടി കളിക്കുന്ന എസ്റ്റാവിയോ സമനില ഗോൾ നേടി. പെനാൽറ്റിയിലൂടെയാണ് സമനില ഗോൾ. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ 1-1 സമനില. രണ്ടാം പകുതിയിൽ രണ്ടുപേരും ഒരു ഗോളും അടിച്ചില്ല. അങ്ങനെ മുഴുവൻ സമയം കഴിയുമ്പോൾ 1-1 സമനിലയിൽ പിരിഞ്ഞു. കളി തീരാൻ അവസാന വിസിലിന് തൊട്ട് മുമ്പ് എസ്റ്റാവിയോ മനോഹരമായി ഒരു ബോൾ ബോക്സിലേക്ക് കൊണ്ടുവന്ന് അത് അടിച്ചു. പക്ഷെ അത് ഗോൾ പോസ്റ്റിൽ തട്ടി ഉരുമി പുറത്തേക്ക് പോയി. രണ്ടാം പകുതിയിൽ ബ്രസീലിന് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുകയുണ്ടായി. എന്നാൽ കിക്കെടുത്ത പക്വേറ്റയ്ക്ക് പിഴച്ചു. പക്വേറ്റ അത് പോസ്റ്റിന് മേലെ കൂടെ അടിച്ച് പറപ്പിച്ച് കളഞ്ഞു. ഇല്ലെങ്കിൽ 2-1 ബ്രസീൽ ജയിക്കേണ്ട കളിയായിരുന്നു. എന്നാൽ ഈ കളിയിൽ ടുണീഷ്യയുടെ പ്രതിരോധം ഗംഭീരമായിരുന്നു. വളരെ ഗംഭീരമായ പ്രതിരോധം. ആ പ്രതിരോധ പൂട്ട് പൊളിക്കാൻ വിനീഷ്യസ്, റോഡ്രിഗോ, എസ്റ്റാവിയോ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ പൊളിക്കാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ. പക്ഷേ അതിനിടയിലായിരുന്നു ഒരു പെനാൽറ്റി വീണ് കിട്ടിയത്. ആ പെനാൽറ്റി പക്വേറ്റ പുറത്തേക്ക് അടിച്ച് കളയുകയും ചെയ്തു. ആദ്യ പകുതി കിട്ടിയ പെനാൽറ്റി എസ്റ്റാവിയോ ഗോളാക്കിയ കാരണം കൊണ്ട് 1-1 സമനിലയിൽ തടി തപ്പാൻ ബ്രസീലിനെ പറ്റി. ആദ്യ പകുതിയിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ചാൻസ് ആയിരുന്നു റോഡ്രിഗോയ്ക്ക് ലഭിച്ച ഫ്രീ കിക്ക്. മനോഹരമായ ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷേ അത് ടുണീഷ്യൻ ഗോളി തട്ടി അകറ്റി, പറന്ന് ചാടി തട്ടി അകറ്റി. അപ്പോൾ കുറച്ച് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രസീലിനെ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഫൈനൽ വിസിലിന് തൊട്ട് മുമ്പ് എസ്റ്റാവിയോ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ ഒരു ഗോൾ അടിക്കാൻ നോക്കിയെങ്കിലും ഗോൾ പോസ്റ്റ് വില്ലനായി നിന്നു. പക്ഷേ ഈ കളിയിൽ ഒരു ബ്രസീലിയൻ ആരാധകരും തൃപ്തരല്ല. ക്രിയേറ്റീവായ ഒരു കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എസ്റ്റാവിയോ മാത്രമാണ് ഒന്നും കൂടി ഒന്ന് മികച്ച് നിന്നത്.